ബീച്ചിൽ നിന്ന് ഈ ഐസ്ക്രീം കുടിച്ച് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. വീടെത്തിയിട്ട് എനിക്ക് വെള്ളം ഇറക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും തൊണ്ടവേദനയായി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കരകരപ്പ് ഫീൽ ചെയ്തിട്ട് രാത്രി ഒന്നും ഉറങ്ങാൻ പോലും പറ്റിയില്ല. പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധം പനിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അന്ന് ഫുള്ള് ബെഡിലായിരുന്നു. പിന്നെ അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എഴുന്നേറ്റിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ പനിയുടെ സെക്കൻഡ് ഡേ. അമ്മയാണെങ്കിൽ ലീവ് എടുത്ത് നിൽപ്പുണ്ടായിരുന്നു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഇനി റെഡി ആവണം. ഇന്നലെ രാത്രി മൊത്തം വിറയിലും പനിയായിട്ടിരുന്ന എന്നെ ഇന്ന് ലീവ് എടുത്ത് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഒരാൾ ലീവ് എടുത്തിരിക്കുകയാണ്. വേറെ ആരുമല്ല, എൻ്റെ അമ്മ. എന്നിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിയിരിക്കണ്, അവരവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ഡോക്ടറിനെ കാണാൻ പോവാൻ ഇത്ര ഒരുങ്ങ എന്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കാണെങ്കിൽ തലയും വേദനയെടുത്തിട്ട് ഭൂമി മൊത്തത്തിൽ കറങ്ങണ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പെണ്ണുമ്പിള്ളയാണെങ്കിൽ ഒരുങ്ങി തീരണമില്ല. അമ്മ ഒന്ന് വാ അമ്മ, ചത്താണെങ്കിൽ ആശുപത്രി എത്തിക്കുമെന്ന്. നിങ്ങൾ ഇത്രയ്ക്ക് ഒരുങ്ങ ആശുപത്രിയിലല്ലേ പോണത്? ഒന്ന് വരുമോ മേക്കപ്പ് കഴിഞ്ഞെങ്കിൽ? അയ്യോ, ഒരു കാര്യം ചെയ്യാം, അമ്മ ഇവിടെ നില്ല, ഞാൻ പോയിട്ട് വരാം. ഞാൻ മിക്കവാറും ഇവിടെ വല്ല തല ഇറങ്ങി വീഴും എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ. ശരി എന്നാൽ. ഹോസ്പിറ്റലിലെത്തി ഡോക്ടറിനെ കണ്ടപ്പോൾ തന്നെ പകുതി അസുഖം മാറി കേട്ടോ. പിന്നെ ഡോക്ടർ ഇങ്ങനെ ത്രോട്ടിൽ ടോർച്ച് അടിച്ച് നോക്കിയിട്ട് എന്നോട് നമുക്ക് ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സെൻസിറ്റീവ് ത്രോട്ട്, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു തണുത്തയൊന്നും കഴിക്കരുതെന്ന്. അപ്പോൾ എനിവേസ് അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.